ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ യൂജദ് എത്തിക്കപ്പെടുന്ന ഒന്നാകുന്നത് മിൽ അലമി വേദനയാൽ ഫിൽ മൽറൂബി ഒരു അടിക്കപ്പെട്ട വ്യക്തിയിൽ അഖീബ ലെർബി ഇൻസാനിൻ ഒരു മനുഷ്യൻ അവനെ അടിച്ച ഉടനെ. അതുപോലെ തന്നെ വൽ ഇങ്കിസാരി ബി സുജാജി ഗ്ലാസിൽ പൊട്ടലിനാലും അഖീബ ഗസ്രി ഇൻസാനിൻ ഒരാൾ ഗ്ലാസ് പൊട്ടിച്ച ഉടനെ. ഒമാഷ്ബഹു അതിലോ തുല്യമായതൊക്കെ കുല്ലു ദാലിക മഖ്ലൂഖുൻ ലില്ലാഹ് എന്നാൽ അതിൻ്റെ ഖബർ വരാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ അടിയിൽ കാര്യം പറയാണ് കുയ്യിദ ബി ദാലിക്ക അല്ലെങ്കിൽ കയ്യത ബി ദാലിക്ക. ഇവിടെ ഈ പൊട്ടിച്ചതിൻ്റെയും അടിച്ചതിൻ്റെയും ഉടനെ എന്ന് കൈത് കൊടുത്തത് യസിഹ സ്വഹിയാകാൻ വേണ്ടിയിട്ടാണ്. ചില കോപ്പിയിൽ യസുലഹ എന്നൊക്കെ ഉണ്ട്, ആയിക്കോട്ടെ. മഹല്ലൽ ഖിലാഫി ഫി ഖിലാഫിനെ മഹല്ലിനെ മഹല്ലായിട്ട് സ്വഹിയാകാൻ വേണ്ടിയിട്ടാണ്. എന്തിനുള്ള ഖിലാഫ് ഫി അന്നഹു ഹല്ലിൽ അബ്ദി സുൻ ഫിഹി അംലാൻ ഈ ചെയ്തതിൻ്റെ തൊട്ട് പിന്നിൽ വരുന്നത് അതായിരിക്കുന്ന സംഗതിയിൽ അബ്ദിനിക്ക് സുൻ ഉണ്ടോ ഇല്ലേ എന്നതിലുള്ള ആണ് ഖിലാഫുള്ളത്. അപ്പോൾ ആ മഹല്ല് സഹിയാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, അവിടെ അക്കീബാന്ന് മുസ്ലിം മത്തിന് ഇത് കൊടുത്തത്. ഒമാഷ്ബാഹു അതിന് തുല്യമായതും കൽ മൗത്തി അക്കീബൽ കത്തിലി ഇതൊക്കെ കുല്ലു ദാലിക മഖ്ലൂഖുലില്ലാഹി അള്ളാൻ്റെ മഖ്ലൂഖാണ്. ലിമാ മറ നേരത്തെ കഴിഞ്ഞൊരു കാര്യത്തിന് വേണ്ടി. എന്താ നേരത്തെ കഴിഞ്ഞത്? മിനന്നൽ ഖാലിഖ ഹുവ അല്ലാഹു വഹ്ദഹ് അല്ല മാത്രമാണ് എല്ലാത്തിൻ്റെയും ഖാലിഖ്. അതുപോലെ തന്നെ മന്നൽ കുല്ലൽ മുംകിനാത്തി എല്ലാ മുംകിന കാര്യങ്ങളും മുസ്തനദത്തുൻ ഇലൈഹി ഒക്കെ അള്ളാഹുവിലേക്ക് ചേർന്ന് വരും. എല്ലാം അള്ളാഹു അത് ചെയ്തു അല്ല ചെയ്തു അല്ല ചെയ്തു എന്ന് പറയാം, ഇലാ വാസ്ത ഒരു വാസ്ത അല്ലാതെ. വൽ മുഅ്തസിലത്തു ലമ്മാ അസ്നദു ബഅദൽ അഫ്ആലില ഗൈരില്ലാഹി. ഇന്ന് ഈ മുഅ്തസിലാക്കൾക്ക് സ്വഭാവമുണ്ട്. ഓല് ആകാശഭൂമിയൊക്കെ പഠിച്ചത് അതൊക്കെ അല്ല തന്നെയാണ്, നമ്മളെ പഠിച്ചത് അതും അള്ളാഹ് തന്നെയാണ്. എന്നായിക്കോട്ടെ, എൻ്റെ ഈ കർമ്മം പ്രവർത്തിച്ചതോ അത് അടിമ തന്നെ. ഈ ജാതി പരിപാടിൻ്റെ ഉള്ളിൽ ബഅദൽ അഫ്ആലിനെ പോലെ അല്ല അല്ലാത്തതിലേക്കാൾ ചേർത്തപ്പോൾ കാലു ഓല് പറഞ്ഞു ഇൻകാന ഫീൽ സാദരൻ അൽ ഫായിലി ലാബി തവസ്സുതി ഫീലി നാഹറ. മറ്റൊരാളെ മറ്റേ ഫീലി ആഹ്റ മറ്റൊരാളുടെ ഫീലിൻ്റെ മുത്തവസ്സുത്ത് ഇല്ലാതെ ഫായിലിനെ തൊട്ട് ഉണ്ടാവുന്നതാണ് ഫീൽ എങ്കിൽ ഫഹുബി തൊരീഖിൽ മുബാഷറ അത് മുബാഷറത്തിൻ്റെ സബീൽ തൊരീഖിലൂടെയും ഇല്ല ഹുബി തൊരീഖ് തൗലീദി അല്ലെങ്കിൽ അവൻ്റെ തൗലീദിൻ്റെ തൊരീഖിലൂടെയാണ് എന്ന് ആണ് ഒരു പറഞ്ഞത്. അപ്പോൾ മായന മായന ഐ യൂജിബൽ ഫിഇലു ലി ഫാഇലിഹി ഫീലൻ ആഹറ. ഒരു കർമ്മം അതിന് കർത്താവിനിക്ക് മറ്റൊരു ഫീലിനെ നിർബന്ധിക്കലാണ് ഹർക്കത്തിൽ ലരി തൂജിബ് ഹർക്കത്തിൽ മിഫ്താഹി. കയ്യിൻ്റെ ചലനം പോലെ അത് ഈ ചാവിൻ്റെ അനക്കത്തിന് നിർബന്ധിക്കുമല്ലോ. ഫൽ എന്ന് വെക്കുമ്പോൾ ഫൽ അലമൂത്ത വലുത് മിനൽ ദർബി അടി എന്ന് പറഞ്ഞതിനാൽ ഉണ്ടായിത്തീരുന്ന സംഗതിയാണ്, അടി എന്ന സംഗതിയാണ് ഉണ്ടായിത്തീരുന്നതാണ് വേദന. വല്ലെങ്കിസാറു മിനൽ കസ്രി പൊട്ടിക്കല്ല ഉണ്ടായിത്തീരുന്നതാണ് പൊട്ടൽ. ഇപ്പോൾ ലൈസ മഹ്ലൂഖൈനിൽ ഇല്ലാഹി എന്ന അള്ളാൻ്റെ മഹ്ലൂഖല്ല. ഇപ്പോൾ ഇന്ധന എന്ന നമ്മളാവുന്ന സുന്നയുടെ എടുക്കലോ അൽ ഹൽ അൽ കുല്ലുബി ഹൽക്കില്ലാഹി എല്ലാം അള്ളാഹുവിൻ്റെ ഹൽക്ക് കൊണ്ടാണ്. എന്ന് വെച്ചാൽ ലാ സുൻ അലിൽ അബ്ദി ഫി തഖ്ലീഖിഹി അതിനെ സൃഷ്ടിക്കുന്നതിൽ അടിമക്ക് സുൻ ഇല്ല. ശരിക്കും അവിടെ ഫീഹി എന്ന് പറഞ്ഞാൽ മതി, അത് അവല്ല അവല ഏറ്റവും നല്ലത്. അല്ല കൈത മുസ്ലിം ഇത് പറയാതിരിക്കലായിരുന്നു തഖ്ലീഖ് കൊണ്ട് ലാ സുൻ അലിൽ അബ്ദി ഫീഹി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇരിക്കട്ടെ. ലി അന്നമായി സമ്മൂനഹു മുതവല്ലിദാത്തിൻ മുത്തവല്ലിദാത്ത് ഉണ്ടായിത്തീർന്നത് എന്ന് പോലും പറയണ സംഗതി കണ്ടല്ലോ. അതുപോലെ പേര് വെക്കുന്ന ഓമന പേരിട്ട ആ സംഗതി എല്ലാ സുന്നലിൽ അബദി ഫീഹി അസ്ലാൻ അതിൽ അടിമക്ക് തീരെ സുന്നില്ല, അള്ളാഹ്ക്കാണുള്ളത്. അമ്മ തഹ്ലീഖു എന്തോടെ തഹ്ലീഖിലാരാൻ കാരണം വലിസ്തിഹാലത്തി ഹീമിനല്ല അബദി സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അബദിൻ്റെ ഒക്കെ അല്ലെന്ന് അസംഭവ്യമാണ്, മുഹാലാണ്. എന്നാൽ ഇക്തിസാബ് അടിമക്കല്ല അതുണ്ടായിക്കൂടാ, അത് കേൾക്കില്ല. അത് ഇവിടെ ഇക്തിസാബ് അല്ലാതെ കാരണം വലിസ്തിഹാൽ ഇക്തിസാബിൽ അബദി മാലേസബി കായ്മ മഹലിൽ കുതിരത്തിൻ്റെ മഹലിൽ കായ്മ അല്ലാത്തൊരു കാര്യത്തിന് അടിമ ഇക്തിസാബ് ചെയ്യാന്നുണ്ടോ മുഹാലാണ്. കാരണം ഗ്ലാസ് പൊട്ടുക എന്നുള്ളത് എൻ്റെ ഫീലല്ലല്ലോ, ഓരോ ഇഖ്തിയാറിലല്ലോ നിൽക്കുന്നത്. വലിഹാദാല തമക്കനിൽ അബ്ദു അതും അബുദ് മുമ്പിന് സാധിക്കുന്നവനല്ല എന്തിനെ തൊട്ട് പിന്നെ അതിന് വസൂലി അതിന് അതുൽ വസൂലിനെ തൊട്ടവന് കഴിയൂല. ഇപ്പോൾ ഹിലാഫി അഫ്ആലി ഇഖ്തിയാരെ വീരാൻ വയ്ക്കും ചെയ്യും. പൊട്ടിച്ചാന്നുള്ള അവൻ്റെ ഗസ്ബാണ്. അപ്പോൾ അവൻ്റെ ഇഖ്തിയാരിയ ഫീലാണത്, അവൻ്റെ ഗസ്ബാണത്. അത് അവന് മാണ്ടക്ക് നോക്കാൻ വയ്ക്കും. പിന്നെ ഗ്ലാസിൻ്റെ പണി പൊട്ടുക എന്നുള്ളതാണ്, അത് ഇവൻ്റെ പെട്ടതല്ല, അത് വേണ്ടാക്കാൻ കഴിയൂല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ മഖ്തൂലു മയ്യിത്തും ബി അജലിഹി കൊല്ലപ്പെടുന്നവനും അവൻ്റെ അവധിയിൽ തന്നെയാണ് മരിക്കുന്നത്.
അയൽ വക്തിൽ മൊക്കദ്ദരിലി മൗത്തിഹി, തനിക്ക് മരിക്കാൻ കണക്കാക്കപ്പെട്ട ഡേറ്റിൽ തന്നെ, ടൈമിൽ തന്നെയാണ് കൊല്ലപ്പെട്ടു എന്നവനും മരിക്കുന്നത്. ലാക്കമാ സാമ വാദുൽ മുഅ്തസിലത്തി, മുഅ്തസിലത്ത് വാദിക്കും പോലെയല്ല. എന്താ ഒരു വാദിക്കുന്നത്? മിനന്നല്ലാഹു തആല ഖദ് ഖതഅ അലൈഹിൽ അജല, അള്ളാഹ് അവൻ്റെ മേൽ അവധി മുറിച്ചക്കാണ്. അവധി 80 ഉണ്ടായിനി, അവന് കൊന്നതുകൊണ്ട് എന്തായി, അവൻ 20-ാം വയസ്സിൽ മരിച്ച്. ലനാ, നമുക്ക് തെളിവാണെന്ത്? അന്നല്ലാഹു തആല ഖദ് ഹക്കമ ബിഅജാലിൽ ഇബാദ്, എല്ലാ അടിയാറുകളുടെയും അവധികളെ കൊണ്ട് അള്ളാഹു ഹുക്ം ചെയ്തിട്ടുണ്ട് എന്നത്. അലാമ ഉലിമ, അറിയപ്പെട്ട പ്രകാരം, മിന്നൊരു തറദ്ദുദീൻ, ഒരു തറദ്ദുതും കൂടാതെ. ഇനി ഒബി ആയത്തി എന്നുണ്ട് ചില റിപ്പോർട്ടിൽ, അത് പിന്നെ അങ്ങനെ ഉണ്ട് പ്രകാരം വേണ്ട, പിന്നെ ഉണ്ട് പ്രകാരം ഈ ആയത്ത് കൊണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് തെളിവാണ് നീക്കാരം. ഇനി അതില്ലാതെ ഇതിൻ്റെ ഈ കോപ്പിയുള്ള പ്രകാരം ഒരു തറദ്ദുദില്ലാതെ ഹുക്കം ചെയ്തിന്. അതോടൊന്ന് കിട്ടി ബി ആയത്തി ഫൈദാജ ആജിലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, അവർക്ക് അവധി കഴിയുമ്പോൾ, അവധി എത്തുമ്പോൾ ഒരു അല്പസമയം അവർ മുന്തിക്കപ്പെട്ടവരും ആവില്ല, മുന്തിക്കപ്പെട്ടവരും ആവില്ല എന്നുണ്ട്. വഹദജത്തിൽ മുഅ്തസിലത്തു, മുഅ്തസിലിയാക്കൾ ലക്ഷ്യം പിടിച്ചത് ബിൽ ഹദീസിൽ വാരിദത്തി, വന്ന ചില ഹദീസുകളെ കൊണ്ടാണ്. എന്ന ബഅദ ത്വാഅത്തി തസീദു ഫിൽ ഉംരി, ചില ത്വാഅത്തുകളൊക്കെ ആയുസ്സിൽ ഏറ്റും എന്ന വിഷയത്തിൽ വാരിദായ ഹദീസുകളാണ് അവർക്ക് ലക്ഷ്യം പിടിച്ചത്. കാരണം എന്താ, ഇപ്പോൾ ആരെങ്കിലും കുടുംബം ചേർത്ത് ആയുസ് കൂടുന്ന, അതുകൊണ്ട് മനസ്സിലായി അവധിക്ക് ആണോ, അവധി എത്താതെയാണ് ചില ആൾക്കാർ മരിക്കുന്നത്. ചില ആൾക്കാർക്ക് അവധി അങ്ങോട്ട് കൂടുന്നു കൊടുക്കണം. അതുകൊണ്ട് അവധി ഒന്ന് വേറെ, മരണം ഒന്ന് വേറെ ഒക്കെ ഉണ്ടാവും. ഒബി അന്നഹു ലൗകാന മയ്യിത്തം ബി അജ്ലിഹി, വേറെ തെളിവ്, അവധിയിലാണ് മരിക്കണമെങ്കിൽ പിന്നെ ലമസ്തഹക്കൽ കാത്തുൽ ദമ്മം വലായി കാപം വല ദിയത്തും വല കിസാസ, അവനെ പറ്റി കുറ്റപ്പെടുത്തും വേണ്ട, അവനെ ശിക്ഷിക്കും വേണ്ട, അവനെ ദിയത്തും വാങ്ങണ്ട, അവനെ കിസാസിക്കൊന്നും മടിയില്ലല്ലോ, അതിനൊന്നും അർഹമാക്കൂലല്ലോ. ഇത് കാരണം ലൈസ മൗത്തുൽ മഖ്തൂലി ബി ഖത്ലിഹി ബി ഖൽഖിഹി വല ബി ഗസ്ബിഹി, ഈ മഖ്തൂലിൻ്റെ മരണം ഇവൻ്റെ ഖൽഖും അല്ല, അവൻ്റെ ഗസ്ബും അല്ല. പിന്നെ എന്തിനാ ഓനെ വെറുതെ നമ്മൾ കിസാസിക്കേണ്ട ആവശ്യം? ഓൻ ഡേറ്റിൽ മരിച്ചിട്ടല്ലേ. വലിയ ജവാബാനില്ല അവലി, ആദ്യം പറഞ്ഞ എന്തേനി, ആയുസ് ഏറ്റവും പറഞ്ഞ ചില താഴത്തുകളുണ്ടല്ലോ എന്നാണ് പറഞ്ഞത്. അതിന് മറുപടി വലിയ ജവാബാനില്ല അവലി അന്നല്ലാഹു തആല കാന യഅലമു, അള്ളാഹ് ആദ്യം അറിയും. അന്നഹു, വിഷമായിട്ടും ഇവൻ ലൗലം യഫ്അൽ ആദി താഴത്ത്, ഈ താഴത്ത് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ലകാന ഉംറുഹു 40 സന, മസലൻ പറയുകയാണെങ്കിൽ ഓൻ്റെ ഉംറ് 40 കൊല്ലമായിരിക്കും. ലാക്കിന്നഹു അലിമ, പക്ഷേ അള്ളാഹ് ആദ്യം തന്നെ അറിയാം, അന്നഹു യഫ്അലുഹ, അപ്പം കുടുംബത്തെ ചേർക്കുക എന്നുള്ള മസലൻ ചെയ്യുമെന്ന്. ഫയകൂനു ഉംറുഹു 70 സന, അങ്ങനെ അവൻ്റെ ആയുസ് 70 കൊല്ലമാവുമെന്ന് അള്ളാഹ്ക്ക് ആദ്യം അറിയാം. ഇപ്പോൾ നിസ്ബത്ത് ആദ്യം സിയാദത്തു, നമ്മൾ മജാസായി കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ സിയാദത്ത് ഈ ഏറ്റവും എന്നുള്ള സംഗതി ചേർത്തേക്കാണ് എങ്ങോട്ട്, ഈ ആദ്യ താഴത്തിലേക്ക്. ഈ ഡോക്ടർ ഓൻ്റെ അസുഖം മാറ്റി തരണ മാതിരി അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് കണക്കട് മാറ്റിയത്, നമ്മൾ ഡോക്ടർ മാറ്റി തരില്ല എന്ന മാതിരി. ബിനാനലാൻ ആല ഇൽമില്ലാഹി തആല, അള്ളാഹിൻ്റെ ഇൽമിൻ്റെ മേലെടുത്തതിന് വേണ്ടിയിട്ട്. എന്താ അള്ളാഹിൻ്റെ ഇൽമ്? അന്നഹുഷമാടി ഇവൻ ലൗലാഹ, ആ താഴത്ത് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ലമാക്കാനത് തിൽക്ക സിയാദത്ത് ഉണ്ടാകുമായിരുന്നില്ല എന്ന് അള്ളാഹ്ക്കറിയാം. ആ ഇൽമിന് വേലെടുത്തിട്ടാണ് എന്ത് ചെയ്യണത്, ഈ സിയാദത്തിന് ആരിലേക്ക് ചേർക്കുന്നത്, അതിലേക്ക് ചേർത്താണ് ഈ താഴത്തേറ്റ് ചെയ്യണത്. ഓൻ്റെ ആയുസ്സിനെ ദീർഘായുസ്സോന് കൊടുത്തത് ഓൻ്റെ ആ കുടുംബത്തെ ചേർക്കലാണ് അറിയാം നമ്മൾ. പിന്നെ ഇനി മറ്റേവന് മറുപടി, വാനിസാനി, രണ്ടാമത്തേന് മറുപടി, അന്ന ഉജൂബൽ ഇഖാബി ലമാനിയൽ കാത്തിൽ തഅബ്ബുദിയ്യൻ, ഈ ലമാൻ ഇഖാബും ഒക്കെ കാത്തിലിന് ഉണ്ടാകുക എന്ന് പറഞ്ഞത് അത് തഅബ്ബുദിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ളുഹ്റ് 4 റക്അത്ത്, മഗ്‌രിബ് 3 ആക്കി. നമുക്കറിയില്ല എന്തിനാ മഗ്‌രിബ് 3 ആക്കിയത്, ഇശാന്തിനെ 4 ആക്കിയെന്ന്. പിന്നെ അങ്ങനെ ഇർത്തികാബിഹി അൽ മൻഹിയ, പിന്നെ നെഹിയപ്പെട്ട കാര്യം ചെയ്തതിന് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ലമാനും ഇഖാബും നിർബന്ധമാക്കിയതാണ്. അതിനെന്താ ഹിക്മത്ത് എന്ന് അള്ളാഹ്ക്കേ അറിയുള്ളൂ. കസ്ബിഹി കസ്ബിന് വേണ്ടി മൽ ഫീലല്ലതി അഖ്ലുഖുല്ലാഹു തആല അഖീബഹുൽ മൗത്ത, ഏതൊരു ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ട് പിന്നിൽ മരണം അഖ്ബിൽ അള്ള പടക്കുമോ, അങ്ങനത്തെ ഒരു കാര്യത്തിന് ഇഖ്തിയാർ കസ്ബ് ചെയ്തു. വിതരീക്ക് ചെറിയില്ലാതെത്തി, അതോടനെ മനസ്സിലായി, ഉടൻ മരിച്ചു എന്നെങ്ങനെ മനസ്സിലായി? അത് ചെറിയില്ലാതത്തിൻ്റെ തരീക്കിലൂടെ മനസ്സിലായി. ഇന്നാലിനെ ഇപ്പം ഇന്നാലെ മരുന്ന് കുടിച്ചാൽ നമ്മൾ പറയല്ലോ, അതാ പാരസെറ്റാമോൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ പനി വിടുമെന്ന്, അത് ജെറിയില്ലാത്തതുകൊണ്ട് മനസ്സിലായി. എന്നതുപോലെ ജെറിയില്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്നെ കൗത്തിൽ കത്തിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ബോംബ് കൊണ്ടയച്ചാൽ ആ വരിയിലൊക്കെ മരിച്ചെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു പണി ഇപ്പം ഇഖ്തിയാർ നൽകി ചെയ്തു. ഫൈനൽ കത്തിലെ ഫീൽ കാത്തിലി കസ്ബൻ, ഈ കത്തിൽ ചെയ്യുക എന്നുള്ളത് കാത്തിലിൻ്റെ ഫീലാണ്. പിന്നെ അത് പിന്നെ കസ്ബൻ, കസ്ബൻ നൽകുള്ളത് അതായിരിക്കുന്ന ഒരു ഫീലാണത്. വൈലമ്യക്കുല്ലഹു ഹൽക്കൻ,
അത് ഹൽക്കല്ലെങ്കിലും അവന് കസ്ബുകാരല്ലേ നമ്മൾ. അള്ളാഹിൻ്റെ ഫീലിന് ഹൽക്ക് അറിയും, ഇവൻ്റെ പണിക്ക് കസ്ബ് അറിയും. ഒരു മുഖത്ത് കായ് മുമ്പിൽ മയ്യത്തി, നീ മരിക്കുന്ന സംഗതി സംഗതി ഇവൻ കൊന്ന്, ഓക്കെ, അവൻ്റെ കസ്ബാണ്. മരിച്ചതോ അത് ഈ മരിച്ചാൾ ചെയ്ത പണിയാണ്. അതോ അത് മയ്യത്തിലാണ് നിൽക്കുന്നത്, അത് മഹ്ലൂക്കുലില്ലായി അള്ളാൻ്റെ മഹ്ലൂക്കാണ്. ലാ സുൻ അലി ഫീരില്ല അബദി തഹ്ലീഖം വല ഇക്തിസാബൻ. അവിടെ ഹൽക്ക ചെയ്യണത് നിലക്കോ ഹസ്ബി എന്ന രണ്ട് നിലക്കും അതിലില്ല. അപ്പോൾ മബിന ഹാദ, ഇതിൻ്റെ മബിന, ഇതിൻ്റെ അടിത്തറ അല്ല അന്നൽ മൗത്ത ഉജൂദിയുൻ. ഈ മരണം എന്ന് പറയുന്നത് ഉജൂദിയാണോ അദമിയാണോ എന്ന് ഖിലാഫുള്ള കാര്യമാണ്. ഉജൂദിയ നിൽക്കുമ്പോൾ അപ്പോൾ അതൊക്കെ പറയണത് ഈ ദലീൽ കൗലി തല ഹലക്കൽ മൗത്ത വൽ ഹയാത്ത. മൗത്തിനും ഹയാത്തിന് അള്ളാഹു തല ഹൽക്ക് ചെയ്തു. അപ്പം മൗത്തിനെ ഹൽക്ക് ചെയ്യുമ്പോൾ എന്ത് മനസ്സിലായി, അതൊരു ഉജൂദിയ കാര്യമാണ്. ആമ എന്ന് പറഞ്ഞാൽ അപ്പം എന്താ അർത്ഥം, നമ്മൾ കാഴ്ചയില്ലായ്മ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദമിയ എന്നാണ് എല്ലാവരും പറയല്, ഉജൂദി അല്ല. അപ്പോൾ മരണം എന്ന് പറഞ്ഞാൽ ഹയാത്തില്ലായ്മ എന്നാണ് മനക്കണക്കാണ് പോലെ അദമി അറിയലുണ്ട്. അതിരിക്കട്ടെ ഉജൂദിയാണ് എന്ന് പ്രകാരമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ലക്സറൂന എന്ന അധിക അയിമത്തിൻ്റെ പേരിലാണ് അല അന്നഹു അദമിയുൻ. ഈ മൗത്ത് പറഞ്ഞത് അദമിയാണ്, ഹയാത്തിൻ്റെ ഇല്ലായ്മൻ്റെ പേരാണ് മൗത്ത് എന്നാണ്. അപ്പോൾ മായന ഹലക്കൽ മൗത്ത്, അവന് ഖുർആനിൽ ഹലക്കൽ മൗത്താന്ന് പറഞ്ഞതോന്ന്, അതിൻ്റെ മായന ഖദ്ദറഹു, അള്ള മൗത്തിനെ കണക്കാക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അജലു വാഹിദുൻ, അവധി ഒന്നുള്ളൂ. ലാ കമാ സാമൽ കഅബി, എന്താ ഉത്തരവാദം, അന്നൽ മഖ്തൂലി അജലൈനി, വേതൊരു മഖ്തൂലിനിക്കും രണ്ട് അജലുണ്ട്. മയ്യത്തിനിക്കല്ല, കൊല്ലപ്പെട്ടവനിക്കാണെങ്കിൽ രണ്ടവധി ഉണ്ട്. അൽ ഖത്ല വൽ മൗത്ത. അങ്ങനെ വന്നഹു ലൗലം യുഖ്തൽ, അവൻ അങ്ങനെ വധിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ലാശയിലാജലിഹില്ലതി ഹുവൽ മൗത്തു, മൗത്താവുന്ന അജൽ വരെ ജീവിക്കുമായിരുന്നു. അവർ തീരണതിന് മുമ്പ് പോയി എന്ന് പറയും ഓല്. വലാക്കമാസാമത്തിലും ഫലാസിഫത്തു, ഫൽസഫക്കാർ വാദിച്ച പോലെയല്ല. എന്തോലെ വാദം, അന്നലിൽ ഹയവാനി അജലൻ ത്വബീഇയ്യൻ, ഏതൊരു ജീവിക്കും പ്രകൃതിയാലുള്ളൊരു അവധിയുണ്ട്. വഹുവ മൗത്തിഹി ബി തഹല്ലി റുതൂബത്തിഹി വന്തിഫായി ഹറാറത്തിഹിൽ വരീസി. പിന്നെ ഒരു മനുഷ്യൻ്റെ നനവ് വറ്റൽ കൊണ്ടും അവൻ്റെ ചൂടടങ്ങൽ കൊണ്ടും ഉള്ള മരണം എങ്ങനെയുള്ളതായിരിക്കുന്ന ഹറാറത്തും റുതൂബത്തുമാണല്ലോ ഒരീസീയത്തൈനി, പ്രകൃതിയാ ലഭിച്ചതായ. അപ്പോൾ ആചാരൻ ഇഖ്തിറാമിയത്തൻ, രണ്ടാമതൊരു അവധി ഉണ്ട്. അതേതാ അറിയോ, ഇഖ്തിറാമി അതായിരിക്കുന്ന ഒരു അവധി. ഓൻ്റെ അവധിയെ പറ്റിയെടുക്കുന്ന ഒരവധി. ഏതാല ഖിലാഫി മുഖ്തദ തൊബിയത്തിഹി, തൊബിയത്തിൻ്റെ തേട്ടത്തിനെതിരായിട്ട്. അതെങ്ങനെ ഉണ്ടാവില്ല അറിയോ, ബി ഹസ്ബിൽ ആഫാത്തി, എന്തെങ്കിലും വിപത്തുകൾ സംഭവിച്ചതുകൊണ്ടോ വല്ല അമ്രാദി രോഗങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടോ ഒക്കെ. പിന്നെ